ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, മെഷീൻസിലെ നെക്സ്റ്റ് ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ അല്ലേ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം എ സി മെഷീൻസിലെ നെക്സ്റ്റ് ടൈപ്പ് ട്രാൻസ്ഫോമർ ഡിസ്കസ് ചെയ്തിരുന്നു, ഒബ്ജക്റ്റീവ്സ് ചെയ്യും നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു കൺസെപ്റ്റാണ് ഇൻഡക്ഷൻ മെഷീൻസ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ മെഷീൻസിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് ടേമുകളും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ. ഓക്കെ, അപ്പോൾ എ സി മെഷീൻസിൻ്റെ അടുത്ത ടൈപ്പായ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഡക്ഷൻ മെഷീൻസ് ആണ്. ഓക്കെ, അപ്പം ഇൻഡക്ഷൻ മെഷീൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കണ്ടൻറ്റുകളാണ് കാര്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻസ്, പിന്നെ ഇൻഡക്ഷൻ മെഷീൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ RMF. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടേം ഇൻ കേസ് ഓഫ് യുവർ ഇൻഡക്ഷൻ മെഷീൻ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഈ കൺസെപ്റ്റ് അറിയുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, ആ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ മെഷീനിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പോൾ ആ കൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് കൺസ്ട്രക്ഷൻ, പിന്നെ ടൈപ്സ് ഓഫ് റോട്ടർ, പിന്നെ സ്പീഡ്, സ്ലിപ്പ്, ടോർക്ക് സ്ലിപ്പ്, കമ്പാരിസൺ ഓഫ് ടോർക്ക്, സ്പീഡ് കൺട്രോൾ, സ്റ്റാർട്ടിങ്, ഇക്വലൻറ്റ് സർക്യൂട്ട്, സ്ലിപ്പ്, സ്പീഡ്, ക്രോളിങ്, ഗോഗിങ് മുതലായ ഫിനോമിനൻസ്. ഓക്കെ, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീനുകൾ. അപ്പോൾ മെഷീനുകളുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ് ടൈപ്പ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, സ്റ്റേഷനറി ഉണ്ട് അല്ലേ. ഈ റൊട്ടേറ്റിങ്ങിൽ വരുന്നതാണ് നമ്മൾ ജനറേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ജനറേറ്റേഴ്സ് രണ്ട് ടൈമാണ്, എന്തൊക്കെ, സിങ്ക്രണസ് ജനറേറ്ററും അതുപോലെ അസിങ്ക്രണസ് ജനറേറ്ററും. പിന്നെ മോട്ടേഴ്സിൽ ഇതുപോലെ തന്നെ സിങ്ക്രണസ് മോട്ടറും ഉണ്ട്, അസിങ്ക്രണസ് മോട്ടറും ഉണ്ട് അല്ലേ. ഇതിൽ നമ്മൾ സ്റ്റേഷനറി മെഷീൻ്റെ എക്സാമ്പിളായിരുന്നു നമ്മുടെ ട്രാൻസ്ഫോമർ. ശരിയല്ലേ? ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ, മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പം അതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മെഷീൻസിൻ്റെ. അപ്പം നമ്മുടെ ഇൻഡക്ഷൻ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് മെഷീനുകളാണുള്ളത് അല്ലേ. ഒന്ന് സിങ്ക്രണസ് മെഷീനുകളും അസിങ്ക്രണസ് മെഷീനുകളും. അതിൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് മെഷീൻസ് ഏത് ടൈപ്പിൽ വിഭാഗത്തിൽ വരുന്നതാണ്, നമ്മൾ അസിങ്ക്രണസ് മെഷീൻസിൽ വരുന്നതാണ്. ശരിയല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ജനറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, AC ഉണ്ട്, അതുപോലെ തന്നെ DC ഉണ്ട്. ഇതിൽ തന്നെ ACൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഏതൊക്കെ, സിങ്ക്രണസ് ജനറേറ്റർ, അതുപോലെ തന്നെ അസിങ്ക്രണസ് ജനറേറ്റർ. അതിൽ വരുന്ന സിങ്ക്രണസ് ജനറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓൾട്ടർനേറ്റേഴ്സ്. നമ്മൾ ഈ പേരായിരിക്കും കൂടുതൽ കേൾക്കുക, ഓൾട്ടർനേറ്റേഴ്സ്. ശരിയല്ലേ? പിന്നെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ അസിങ്ക്രണസ് ജനറേറ്റർ, ഇൻഡക്ഷൻ ജനറേറ്റർ നമ്മളങ്ങനെ നോക്കാറില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഉള്ള വ്യത്യാസം ഞാനിപ്പം പറഞ്ഞുതരാം. അതായത് ഈ അസിങ്ക്രണസ് മെഷീനുകളുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് സ്പീഡിൽ കറങ്ങുന്നില്ല, സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രൈമറി അർത്ഥം. അപ്പോൾ ദ മെഷീൻസ് ദാറ്റ് റൺ അതർ ദാൻ NS എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങാത്ത മെഷീനുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അസിങ്ക്രണസ് മെഷീനുകൾ എന്ന് വിളിക്കുക. അതിൽ രണ്ട് ടൈപ്പാണ്, ഇൻഡക്ഷൻ അസിങ്ക്രണസ് ജനറേറ്ററുകളും അസിങ്ക്രണസ് മോട്ടറുകളും. അല്ല, അസിങ്ക്രണസ് മോട്ടറുകളിൽ വരുന്നതാണ് ആരും നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ അല്ലേ. അപ്പോൾ ഈ അസിങ്ക്രണസ് ജനറേറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അസിങ്ക്രണസ് മെഷീനിന് പൊതുവേ പറയുന്നതാണ് NR ≠ NS. ശരിയല്ലേ? നമ്മുടെ റോട്ടർ സ്പീഡും സ്റ്റേറ്റർ സ്പീഡും എന്തല്ല, ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ മെഷീനെ മാറിപ്പോയി അല്ലേ, ഏത് മെഷീനോ, നമ്മുടെ അസിങ്ക്രണസ് മെഷീനോ. അപ്പോൾ അത് ഈക്വൽ അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി കൺസെപ്റ്റ്. ഇനി ഇഫ് രണ്ട് പോസിബിലിറ്റി, NR < NS NR < NS ആണെങ്കിൽ ഈ മെഷീനുകളെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ NR < NS എന്ന് പറയുന്ന സാധനമുണ്ട്, NR < NS. ഇതിനെ ഈ അസിങ്ക്രണസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ജനറേറ്ററുകൾ എന്ന് വിളിക്കുന്നത് NR < NS ആകുമ്പോഴാണ്. ക്ലിയർ? നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്ന സാധനം NR < NS എന്നുള്ള കൺസെപ്റ്റാണ്. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ.
അതായത് സിങ്കണസ് സ്പീഡിനെക്കാട്ടിയും കുറവായിട്ട് റൺ ചെയ്യുന്ന മോട്ടറുകൾ. ഓക്കെ, സിങ്കണസ് സ്പീഡാണ് കൂടുതൽ. ഇപ്പോൾ ഒരു 1500 RPM ആണ് സിങ്കണസ് സ്പീഡെങ്കിൽ ഒരു 1450 വരുന്നതാണ് നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ഈ NR ലെസ് ദാൻ NS എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ മോട്ടറുകൾ, ഇൻഡക്ഷൻ മോട്ടറുകളുടെ ജനറൽ പ്രിൻസിപ്പിളാണ് NR ലെസ് ദാൻ NS. അതെങ്ങനെയാവുന്നു വരുന്നു എന്നെല്ലാം നമ്മൾ പറയും. ഓക്കെ. പിന്നെ സിങ്കണസ് ജനറേറ്ററുകൾ, അതായത് ഓൾട്ടർനേറ്ററുകളുടെ പ്രത്യേകത എന്താണ്? അതും 2 ടൈപ്പ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ റൊട്ടേറ്റിംഗ് ആർമേച്ചറും ഫീൽഡ് സ്റ്റേഷനറി ആക്കാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ആർമേച്ചർ ഫീൽഡ് റൊട്ടേറ്റിംഗ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫ് പറഞ്ഞു പോവാം. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിങ്കണസ് മെഷീനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേഷനറി ആർമേച്ചറും ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ സിങ്കണസ് മെഷീൻ പറയുമ്പോൾ പറയാം. അതുപോലെ തന്നെ സിങ്കണസ് മെഷീൻ്റെ പ്രത്യേകത NR എന്തിന് ഈക്വലാണ്? NSന് ഈക്വലാണ്. അത് ഏതായാലും ബോത്ത് യുവർ മോട്ടർ ആൻഡ് ജനറേറ്റർ, മോട്ടർ ആയാലും ജനറേറ്റർ ആയാലും രണ്ടിനും എന്താണ് സിങ്കണസ് സ്പീഡുകൾ എന്താണ് ഈക്വലാണ്. റോട്ടർ സ്പീഡ് തന്നെയാണ് സ്റ്റേറ്റർ സ്പീഡ്. ഓക്കെ. അപ്പോൾ ജനറലി നമ്മുടെ ഇൻഡക്ഷൻ ജനറേറ്ററും മോട്ടറും നമ്മൾ കൺസ്ട്രക്ഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വർക്കിങ്ങിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു 2 ഉള്ളതിൽ തന്നെ നമ്മൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുവാണെങ്കിൽ ഇൻഡക്ഷൻ ജനറേറ്ററും, ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റുവാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറുമാണ്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഇൻപുട്ടിലുള്ള വ്യത്യാസവും കിട്ടുന്ന നമ്മളിപ്പോൾ ഇൻപുട്ട് ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിൽ അത് ഇൻഡക്ഷൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യും, ഇൻഡക്ഷൻ ഇൻപുട്ട് മെക്കാനിക്കൽ ആണെങ്കിൽ ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിളൊന്നും അങ്ങനെ പഠിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ നെക്സ്റ്റ് 2-3 പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രാൻസ്ഫോമറിന് സിമിലർ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് എ സിംഗിളി എക്സൈറ്റഡ് മെഷീൻ. ഒറ്റ എക്സൈറ്റേഷനേ ഉള്ളൂ ഇതിന്. ഓക്കെ, ഒരു സിംഗിളി എക്സൈറ്റഡ് മെഷീനാണ്. ട്രാൻസ്ഫോമർ അങ്ങനത്തെ അല്ല, സിംഗിൾ എക്സൈറ്റേഷനിൽ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഒരു സിംഗിളി എക്സൈറ്റഡ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് അതിന് പറയാം. അതുപോലെ ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞാൽ ഏകദേശം എല്ലാം കറക്റ്റാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻഡക്ഷൻ മെഷീനെ കോമൺലി വിളിക്കുന്നത് ഇൻഡക്ഷൻ മെഷീൻ ഈസ് എ ട്രാൻസ്ഫോമർ ഇത് ചോദിക്കാറുണ്ട്. ഈസ് എ ട്രാൻസ്ഫോമർ വിത്ത് എ റൊട്ടേറ്റിംഗ് ഷോർട്ട് സർക്യൂട്ടഡ് സെക്കൻഡറി. ക്ലിയർ? വിത്ത് എ റൊട്ടേറ്റിംഗ് ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി. പിന്നെ ഉള്ളൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ ഇൻഡക്ഷൻ മെഷീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ DC ഷണ്ട് മോട്ടർ ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സിന് സിമിലർ ആയിരിക്കും. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അതും കൂടി ഒരു പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. പിന്നെ ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് എ വേരിയബിൾ ഫ്രീക്വൻസി മെഷീൻ. ഒരു വേരിയബിൾ ഫ്രീക്വൻസി മെഷീൻ, അതായത് നമ്മൾ ഫ്രീക്വൻസി ചേഞ്ചറായിട്ടൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ഇൻഡക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞതാണ്, EMF ജനറേറ്റ് ചെയ്യാൻ 2 കാര്യങ്ങൾ വേണം, മാഗ്നറ്റിക് ഫീൽഡും വേണം, സെറ്റ് ഓഫ് കണ്ടക്ടറും വേണം അല്ലേ. പിന്നെ അവർ തമ്മിൽ എന്ത് ചെയ്യണം, ഒരു റിലേറ്റീവ് വേരിയേഷൻ നടക്കണം. ആരൊക്കെ? ഈ മാഗ്നറ്റിക് ഫീൽഡിനെയും സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് നമ്മളൊരു റിലേറ്റീവ് വേരിയേഷൻ സംഭവിക്കണം അല്ലേ. അങ്ങനെയാണ് EMF ജനറേറ്റ് ചെയ്യും. 2 പോസിബിലിറ്റി ഉണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ശരിയല്ലേ? ഡൈനാമിക്കലി ആകുമ്പോൾ നമ്മുടെ ഫ്ലക്സ് കട്ടിങ്, നമ്മൾ ആ ഫിനോമിനലാണ് എപ്പോഴും ഇനി പറയാൻ പോകുന്നത് അല്ലേ. നമ്മൾ ട്രാൻസ്ഫോമറിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കി ഇനി വരാൻ പോകുന്ന എല്ലാം ഈ ഫ്ലക്സ് കട്ടിങ് എന്നുള്ള ടേമാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ടേം, ഫ്ലക്സ് കട്ടിങ്. ഓക്കെ, ഫ്ലക്സ് കട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ മുഴുവനായിട്ടും സംസാരിക്കുക. കാരണം ജനറേറ്ററുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി അതേ വരുന്നുള്ളൂ. സ്റ്റാറ്റിക്കൽ വരുന്ന കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. സ്റ്റേഷനറി ഇങ്ങനത്തെ മുതലായ കാര്യങ്ങൾ ട്രാൻസ്ഫോമറിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് മൊത്തം ഈ ഫ്ലക്സ് കട്ടിങ്, എങ്ങനെയാണ് വർക്കിങ്, ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അറിയാം,
പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് എന്ത് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ അതൊരു ലൂപ്പ് ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലക്സ് ലിങ്കേജ് നമുക്കറിയാം, പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് അല്ലേ, N5 അല്ലേ, ഫ്ലക്സ് ലിങ്കേജസ്. നമ്പർ ഓഫ് ടേൺസും ഫ്ലക്സ് ലിങ്കിങ് ഫ്ലക്സ് ലിങ്കേജസ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ രണ്ടെണ്ണം ഉണ്ട് നമുക്ക്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ രണ്ടെണ്ണം, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലോ നമ്മൾ ആദ്യം പറഞ്ഞു, റിലേറ്റീവ് സ്പേസ് ഓർ ടൈം ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു EMF എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയാണോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അതിന് പറയുന്ന പേരാണെന്ത്, സെക്കൻഡ് ലോ. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഡയറക്ഷനും നമ്മൾ പഠിച്ചതാണ്. ലെൻസ് ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിവിടെ പറയുന്നത്. കാരണം ലെൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ഒപ്പോസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസസ് ഇറ്റ്. ഇത് ഞാൻ ഇനി യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണോ നിങ്ങളുടെ കോസ് അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഇൻഡ്യൂസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാണ് അതിൻ്റെ കാരണക്കാരൻ, ലെൻസ് ലോ ആണ് കാരണക്കാരൻ. ക്ലിയർ അല്ലേ. പിന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. 4 ഫിംഗർ മിഡിൽ ഫിംഗർ എല്ലാം നമ്മൾ നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ്, മോഷൻ, ഇൻഡ്യൂസ് കറണ്ട്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളുടെ ഈ ലെൻസ് ലോ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ലെൻസ് ലോ ലാസ്റ്റ് ആ കൺസെപ്റ്റ് പറയുമ്പോൾ ലാസ്റ്റ് വരും. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് അറിയാം നമുക്ക്. ട്രാൻസ്ഫോമർ ആണ് സ്റ്റാറ്റിക് ഇൻഡ്യൂസ്ഡ് എക്സാമ്പിൾ, ഡൈനാമിക് ആണ് ജനറേറ്ററിൻ്റെ എക്സാമ്പിൾ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു യുവർ ഇൻഡക്ഷൻ മെഷീൻസ്. അപ്പോൾ പറഞ്ഞു ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് അതർ ദാൻ യുവർ സിംഗണസ് സ്പീഡ്. സിംഗണസ് സ്പീഡ് അല്ലാതെ കറങ്ങുന്ന സാധനമാണെന്ത്, ഇൻഡക്ഷൻ മെഷീൻ. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓൾസോ കോൾഡ് ആസ് അസിൻക്രണസ് മെഷീനുകളെന്ന് വിളിക്കും. ക്ലിയർ. അപ്പം എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജനറൽ കൺസ്ട്രക്ഷൻ. ഈ പാർട്ടിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ റോട്ടർ. ക്ലിയർ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മളുടെ എന്ത്, ടെർമിനൽസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെർമിനൽസ്, അതായത് നമ്മൾ വൈൻഡിങ്ങിലേക്കുള്ള സപ്ലൈ ടു വൈൻഡിങ്സിലേക്കുള്ള സപ്ലൈ. അതായത് ഇതാണ് നമ്മുടെ എന്ത്, വൈൻഡിങ്സ്. ഈ കാണിച്ചിരിക്കുന്ന ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ സംഭവമാണ് നമ്മുടെ എന്ത്, വൈൻഡിങ്സ്. ക്ലിയർ. അപ്പോൾ ഇതാണ് സപ്ലൈ, ഇതാണ് നമ്മളെന്ത്, ടെർമിനൽസ്, സപ്ലൈയിലേക്കുള്ള ടെർമിനൽസ്. ഇതാണ് നമ്മുടെ വൈൻഡിങ്സ്. റോട്ടർ ഉണ്ട്, ഇതാണ് ഷാഫ്റ്റ്. ഓക്കെ, പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവരും തമ്മിലൊരു കണക്ഷനും ഇല്ല. അതായത് ഈ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതായത് ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ. ക്ലിയർ. റോട്ടറിലേക്ക് ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല ആരുമായിട്ട്, നമ്മുടെ സ്റ്റേറ്ററും റോട്ടറുമായിട്ട് എന്തില്ല, ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ റോട്ടറും സ്റ്റേറ്ററുമായിട്ട് ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ലാതെ പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ. പിന്നെ ഇവിടെ ഓർക്കണം, ഇത് ഷോർട്ട് സർക്യൂട്ടഡ് കണ്ടക്ടേഴ്സാണ്. ഓക്കെ, ഈ റോട്ടർ ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടഡ് സെക്കൻഡറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടഡ് കണ്ടക്ടേഴ്സാണ്. ക്ലിയർ. അതെന്തിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് നമ്മൾക്ക് പറയും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ലാതെ പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല. അപ്പോൾ ഇലക്ട്രിക്കൽ കണക്ഷനൊന്നും ഇല്ല. അപ്പോൾ ഹൗ ഇറ്റ് ആക്ച്വലി വർക്ക്സ്, അവിടെയാണ് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. എന്താണ്, RMF എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ജനറൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ഇലക്ട്രിക്കൽ നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് എഴുതുവാണെങ്കിൽ ഇവിടെ എന്താണ്, ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉണ്ട്. എവിടെ മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആർ ഓൺലി ഇൻ ദ, ഏത് പാർട്ടിലാണ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഉള്ളത്, ആർ ഓൺലി ഇൻ ദ സ്റ്റേറ്റർ പാർട്ടിൽ മാത്രമേ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉള്ളൂ. എവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇല്ല, നോ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇൻ ദ റോട്ടർ പാർട്ടിൽ ഇലക്ട്രിക്കൽ കണക്ഷനുകളൊന്നുമില്ല. ശരിയല്ലേ. സിമിലർലി എ ഹോളോ സ്പേസ് ഈസ് പ്രൊവൈഡഡ് അല്ലേ, നമ്മുടെ സ്റ്റേറ്ററും റോട്ടറും നമ്മളെ ഹോളോ സ്പേസ് ഈസ് പ്രൊവൈഡഡ്. ഇതാ ഇവിടെ ഒരു ഹോളോ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെയുള്ളൊരു പോയിന്റ്, ഇറ്റ് ഈസ് എ സിംഗിളി എക്സൈറ്റഡ് മെഷീൻ. നേരത്തെ പറഞ്ഞു അല്ലേ, എക്സൈറ്റേഷൻ സ്റ്റേറ്ററിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ സ്റ്റേറ്ററിൽ കൊടുക്കുന്നു, അറ്റ് ദ സെയിം ടൈം കണക്ഷൻ ഒന്നും ഇല്ല. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ക്ലിയർ? അതുപോലെ റോട്ടർ എന്ത് ചെയ്തിരിക്കുകയാണ്? ദ റോട്ടർ ഈസ് ഷോർട്ട് സർക്യൂട്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. റോട്ടർ ഈസ് ഷോർട്ട് സർക്യൂട്ട്. ക്ലിയർ? അപ്പോൾ വിത്തൗട്ട് എനി ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഹൗ ദ റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ്. ഇലക്ട്രിക്കൽ കണക്ഷനുകളൊന്നും ഇല്ലാതെ റോട്ടർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ആൻസറാണ് RMF, നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ? അതായത് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ എങ്ങനെയായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വി ഹാവ് ടു റൊട്ടേറ്റ് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം ആ മാഗ്നറ്റിക് ഫീൽഡിന്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വൈൻഡിങ്ങുകൾ. ക്ലിയർ? അപ്പോൾ വൈൻഡിങ്സ്, ത്രീ ഫേസ് സ്റ്റേറ്റർ വയറിങ്. അപ്പോൾ ഇതാണ് നമ്മളെ വൈൻഡിങ്സിൻ്റെ അകത്തുള്ള സ്റ്റേറ്റർ വയറിങ്ങുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ABC കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒബ്സർവേഷൻസ് നമ്മൾ പറഞ്ഞു, സിംഗിൾ എക്സൈറ്റഡ് ആണ്, റോട്ടർ ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞതല്ലേ. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മളുടെ റോട്ടർ അല്ലെ നമ്മളെ സ്റ്റേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്ട് യു കോൾ നമ്മളെ ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇനീഷ്യലി എങ്ങനെയാണ്? സ്റ്റേഷനറി ആണ്. നമ്മൾ അതിനെന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ അൾട്ടിമേറ്റ് ചെയ്യും. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡുകളെ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യിക്കണം. ടൈം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യണം. അതാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബേസിക്സ് ഞാൻ പറയാം, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാം. സ്റ്റേറ്റർ എന്താണ്? 3 ഫേസ് വൈൻഡിങ് ആണ്. റോട്ടർ എന്താണ്? ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. ദ റോട്ടർ ഡിറൈവ്സ് ഇറ്റ്സ് വോൾട്ടേജ് ആൻഡ് പവർ ഫ്രം externally energized stator winding through electromagnetic induction and hence the name 3-phase induction motor. Okay, അങ്ങനെയാണ് 3-phase induction motor എന്ന് കിട്ടിയത്. It is considered to be a transformer with a shorter secondary. Transformer shorter secondary ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അഡ്വാൻറ്റേജ് സിമ്പിൾ ആണ്, ചീപ്പ്, ഹൈ എഫിഷ്യൻറ്റ് ആൻഡ് ഗുഡ് പവർ ഫാക്ടർ, സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് നമ്മളുടെ ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ശരിയല്ലേ? കാരണം നമ്മൾ സപ്ലൈ സ്റ്റേറ്ററിൽ കൊടുക്കുന്നു, ബാക്കിയൊന്നും നമ്മൾ അറിയണ്ട, അതങ്ങ് സ്റ്റാർട്ട് ചെയ്തോളും. അതായത് അതിൻ്റെ അകത്ത് തന്നെ എന്തോ ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. ആ മെക്കാനിസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആ മെക്കാനിസത്തിന് പേരായിരുന്നു RMF ക്രിയേഷനാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ RMF ക്രിയേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? സെൽഫ് സ്റ്റാർട്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തുള്ള വയറിങ് കേട്ടോ. അപ്പം ഇതൊരു സാധാരണ നോർത്ത് പോൾ ആണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, നോർത്ത് പോൾ ഇങ്ങനെ തന്നു, ഇത് മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് എപ്പോഴും നമ്മളെ ഫീൽഡ് അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ശരിയല്ല? അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ എപ്പോഴും ആ ഒരു ബാർ മാഗ്നറ്റ് എപ്പോഴും ഈ ഒരു ഡയറക്ഷനാണ് കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി പറയുമ്പോൾ RMF നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലിരിക്കുക. നെക്സ്റ്റ് ഇവിടെ തൊട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡുകളെ ഉണ്ടാക്കുകയെന്ന് എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓരോ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കി അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ് എന്ത്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാലും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ ഈ വൈൻഡിങ്ങുകൾ എനർജൈസ് ആവുന്നുള്ളൂ. ശരിയല്ലേ? ആ വൈൻഡിങ്ങുകൾ എനർജൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മോട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. എങ്ങനത്തെ സ്റ്റാർട്ട്? സെൽഫ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എനർജൈസ് ചെയ്യിക്കുന്നത് നോക്കാം. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു 3-phase സപ്ലൈ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എല്ലാ വൈൻഡിങ്ങുകളും എത്ര ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്? 120 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്, നമുക്കറിയാം. അപ്പം 3 ഇൻസ്റ്റൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്, 90, 180, 270. ഓക്കെ, ആ 3 ഇൻസ്റ്റൻറ്റുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 180, 90 അല്ല, 90, 210, 330 കേട്ടോ. 3 ഇൻസ്റ്റൻറ്റുകൾ 90,
210, 330 അങ്ങനെ 3 ഇൻസ്റ്റൻറ്റുകളിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. So our instants are 90, 210 and 330. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് നമ്മൾ എടുക്കുകയാണ് 90 ഡിഗ്രി എടുക്കുകയാണ്. ക്ലിയർ? അപ്പോൾ 90 ഡിഗ്രിയിൽ നമ്മൾ ആ വൈൻഡിങ്ങുകളൊക്കെ അകത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ 90 ഡിഗ്രിയിൽ ഞാൻ ഈ വേവ് ഫോം അനുസരിച്ച് പറയുവാണെങ്കിൽ 90 ഡിഗ്രിയിൽ നോക്കൂ, നിങ്ങൾ ഏത് കറണ്ടാണ് പോസിറ്റീവ്, 90 ഡിഗ്രിയിൽ നിങ്ങളുടെ IR പോസിറ്റീവാണ്. ശരിയല്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി 90 ഡിഗ്രിയിൽ നിങ്ങളുടെ IR പോസിറ്റീവാണ്. ശരിയല്ലേ? പക്ഷേ നിങ്ങളുടെ IYയും നിങ്ങളുടെ IBയും എന്താണ്? IYയും എന്താണ്? നെഗറ്റീവാണ്. ശരിയല്ലേ? നിങ്ങളുടെ IR 90 ഡിഗ്രിയിൽ IR പോസിറ്റീവാണ്, പക്ഷേ IYയും IBയും എന്താണ്? ആ ഇൻസ്റ്റൻറ്റിൽ എന്താണ്? രണ്ടും ഇതാ നെഗറ്റീവാണ്. ശരിയല്ലേ? എപ്പോഴും നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. പോസിറ്റീവ് കറണ്ടിൽ യുവർ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഫ്രം R to R'. നെഗറ്റീവിൽ യുവർ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഫ്രം Y' to Y. ക്ലിയർ? അപ്പം പോസിറ്റീവിൽ നമ്മൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട് R നിന്ന് R', നെഗറ്റീവിൽ Y' to Y. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നൊരു റൂളാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഇതാണ് ഇനി വരുന്നത്. ഗ്രിപ്പ് റൂൾ എന്താണെന്ന് പറയാം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. അപ്പോൾ IR പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ R to R'. R തന്നെ ആവണമെന്നില്ല. പോസിറ്റീവ് ആവുമ്പോൾ ഈ ഡാഷ് ഇല്ലാത്ത സ്ഥലത്ത് ഡാഷിലേക്കാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ഒരേ ഡയറക്ഷനിൽ വരുള്ളൂ. അത് എൻ്റെ അകത്തുള്ള വൈൻഡിങ്സിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ω t 90യിൽ ആരാണ് പോസിറ്റീവ്? IR ആണ് പോസിറ്റീവ്. അപ്പോൾ കറണ്ട് ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ട് ഉണ്ടാവുക? R to R'. ശരിയല്ലേ? ഇനി തിരിച്ചാണെങ്കിലോ IYയിലും IBയിലും നെഗറ്റീവ് ആണെങ്കിൽ വരും Y' to Y, സിമിലർലി ഫ്രം B' to B. ഇതാ R' to R, R to R'. ഇതാ B' to B, Y' to Y. ക്ലിയർ? ആ ഓർഡർ കറക്റ്റാണ്. ഇതാ അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? ഈ 3 കറണ്ടുകൾ ഏതൊക്കെ? ഇവിടെയുള്ള 3 കറണ്ടുകൾ ഏതൊക്കെ? B', RY, ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ക്യാരിയിങ് കറണ്ട് അല്ലേ? എല്ലാം ഒരേ പ്ലെയിനിലാണ്. B', R, Y' ഒരേ പ്ലെയിനിലാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ Y, R', Bയും ഒരേ പ്ലെയിനിലാണ്. ശരിയല്ലേ? അപ്പോൾ 2 കറണ്ടുകളും ഒരേ പ്ലെയിനിലാണ്. ഇനി കറണ്ടുകൾ എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. 2 സിമ്പിളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ എല്ലാം ഒരു ഡോട്ട് ഉണ്ട്, ഇവിടെ എല്ലാം ഒരു ക്രോസും ഉണ്ട്. ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കുക, ഈ ഡോട്ടും ക്രോസും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നു? കറണ്ട് ഫ്ലോൻ്റെ ഇതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് കറണ്ട് വെദർ യുവർ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓർ യുവർ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക, അപ്പോൾ മറക്കില്ല. ഇൻറ്റു പഠിച്ചു വയ്ക്കുക. ഇൻറ്റുവിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻറ്റുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ആണി അടിക്കാമെന്ന് വിചാരിക്കുക. അപ്പം ആണി അടിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? നമ്മളിങ്ങനെ ചുറ്റി വെച്ച് ഇങ്ങനെ ആണി ഇങ്ങനെ അടിച്ചടിച്ച് ലാസ്റ്റ് നിങ്ങൾ ചുമരിലൊന്ന് നോക്കൂ. ചുമരിൽ നോക്കുമ്പോൾ ആ ചുമരിൽ കാണുന്ന സിമ്പിൾ ഏതാ? ആണി അടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പോർഷൻ ആയിരിക്കും ഒരു ഇൻറ്റു ആയിരിക്കില്ലേ? അപ്പോൾ ഇൻറ്റു ഡിനോട്ട്സ് വാട്ട്സ് കറണ്ട് ഈസ് ക്യാരിയിങ് ഇൻ ടു ദ പ്ലെയിൻ. ക്ലിയർ? ഡോട്ട് പിന്നെ പഠിക്കണമല്ലോ, പുറത്തേക്കായിരിക്കും. ഡോട്ട് എന്തായിരിക്കും? അപ്പോൾ ഔട്ടിലേക്കായിരിക്കും. ഓക്കെ. അപ്പോൾ ഇൻറ്റു എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കറണ്ട് ഈസ് ക്യാരിയിങ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ കറണ്ട് എങ്ങോട്ടെങ്കിലും പ്ലാൻ ചെയ്യുന്നത് എന്താ? ഇവിടെ ഇൻറ്റു, ഇവിടെ ഇൻറ്റു. അപ്പോൾ കറണ്ട് ഈസ് ക്യാരിയിങ് ഇൻ ടു ദ പ്ലെയിൻ. ഈ പ്ലെയിൻ്റെ അകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ. അപ്പോൾ പ്ലെയിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കറണ്ട് ഈസ് ക്യാരിയിങ് ഇൻ ടു ദ പ്ലെയിൻ ഇവിടെ. അതിൻ്റെ കാരണം അവിടെ ക്രോസ് ആണുള്ളത്. ഇതൊക്കെ വൈൻഡിങ്ങിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. സിമിലർലി ഡോട്ട് റെപ്രസെൻറ്റ്സ് വാട്ട്?
കറണ്ട് ഈസ് ക്യാരിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലെ, പുറത്തേക്ക്. ഇത് ഇങ്ങനെ ഡൗൺവേർഡ് കാണിക്കേണ്ട, ഇത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ആർന്ന് പുറത്തേക്ക് വരുന്നതെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു പെന്ന് നിങ്ങൾ ഈ ആർ ഡാഷിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ പെന്നിൻ്റെ ആ ഡോട്ടിൻ്റെ അവിടെ നിങ്ങൾ പെന്നിൻ്റെ ബാക്ക് സൈഡും ആ നിബ് എന്ത് ചെയ്യണം, പുറത്തേക്ക് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് വരുന്നത്. തിരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ നിബ് നിങ്ങളുടെ ക്രോസിൻ്റെ അകത്തേക്ക് വെച്ചാൽ ഇൻറ്റുലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്രോസ് ഡിനോട്ട്സ് വാട്സ് ഇൻ ടു ദ പ്ലെയിൻ, ഡോട്ട് ഡിനോട്ട്സ് വാട്സ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ ഇതെങ്ങോട്ടേക്കാണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഓക്കെ, എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ്. അയാളൊരു കൈ പിടിച്ചിവിടെ നിൽക്കുന്നതാണെന്നില്ലേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ കറണ്ട് ഈ എൻ്റെ തമ്പ്, നിങ്ങളുടെ തമ്പ് എവിടോട്ട് ഡിനോട്ട് ചെയ്യണം? കറണ്ട് എങ്ങോട്ടാണ്, പ്ലെയിൻ്റെ അകത്തേക്കാണോ പുറത്തേക്കാണോ പോകുന്നതിനനുസരിച്ചിട്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഈ കറണ്ട് എങ്ങനെ ഡിനോട്ട് ചെയ്യും? നിങ്ങളുടെ തമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? സപ്പോസ് ഇവിടെ ഇൻറ്റു ആണല്ലോ ഉള്ളത് അല്ലേ, ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഇൻറ്റുവിലേക്ക് വെക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ അതുപോലെ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കറണ്ട് ഇൻറ്റു കാണുന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ തമ്പ് കൊണ്ട് വയ്ക്കും. അപ്പോൾ എൻ്റെ തമ്പ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻറ്റു എന്ന് പറഞ്ഞാൽ തമ്പ് മൊബൈലായാലും പ്രശ്നമില്ല, രണ്ട് സെയിം എഫക്റ്റാണ് വരിക. ഇപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തമ്പ് എന്ത് ചെയ്യണം? ആ ഇൻറ്റുവിലേക്ക് നേരെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ഫിംഗേഴ്സ് എങ്ങോട്ടാണ് കേൾ ചെയ്യുന്നത് നോക്കുക. കേൾ ചെയ്യുന്നത് വെച്ചാൽ വളയുന്നത്. അപ്പോൾ എങ്ങോട്ടേക്ക് വളയുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡ്, ശരിയല്ല? അതായത് ഇവിടെ ഇങ്ങോട്ടേക്കല്ലേ വളയുന്നത്. ഇത് തന്നെയല്ലേ കാര്യം അല്ലേ? ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വളയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ആരോ മാർക്കുകൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്ലിയർ? സിമിലർലി ഇവിടെ ഡോട്ട് ഉണ്ട്. ഡോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ തമ്പ്, നേരത്തെ പെന്നിൻ്റെ നിബ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കൈ അവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തമ്പ് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക്. ഞാനിപ്പോൾ വെക്കുന്നത് ലാപ്ടോപ്പിൻ്റെ മുന്നിലാണെങ്കിൽ ലാപ്ടോപ്പിന് മുന്നിലേക്ക് എൻ്റെ നേർക്ക് തമ്പ് വരുവാണ്. അപ്പോൾ ഈ ഫിംഗേഴ്സ് കേൾ ചെയ്ത് നോക്കൂ, ഫിംഗേഴ്സ് താഴേക്കല്ലേ പോകുന്നത്. അപ്പം ഈ ഡയറക്ഷൻ കറക്റ്റ് അല്ലേ? ശരിയല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒമേഗ ടി = 90 സമയത്ത് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്, അല്ല നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സെറ്റപ്പ് ദർ. ശരിയല്ല? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യുകയാണ്? സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെറ്റപ്പ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൽ ഏതൊക്കെയാണ് പോൾസ് എന്നുള്ളതാണ്. ക്ലിയർ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അതെന്തായാലും മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞു. ശരിയല്ലേ? അങ്ങനെ ബിഹേവ് ചെയ്ത മാഗ്നറ്റിൻ്റെ പോൾസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ള ജോലിയാണ് നിങ്ങൾക്ക്. അപ്പോൾ അതിനാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത്, ഒരു മാഗ്നറ്റ് ഇങ്ങനെ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നോർത്തും സൗത്തും ആണെങ്കിൽ നിങ്ങൾ പറയൂ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. ശരിയല്ലേ? എല്ലാം ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരു പോൾസ് ഡിറ്റർമൈൻ ചെയ്യുവാണ്. ആ പോൾസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മളെ കൺസെപ്റ്റ്. അപ്പോൾ പോൾസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ പോൾസിൻ്റെ അകത്തുള്ള മാഗ്നറ്റിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫ്ലോസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ശരിയല്ലേ? അപ്പോൾ ഏതായിരിക്കും നോർത്ത്? ഇത് നോർത്ത്, ഇത് സൗത്ത്. ശരിയല്ലേ? അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതായത് ഈ കേസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പോൾസ് ക്രിയേഷൻ നടത്തി. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോൾസൊക്കെ വെർച്വൽ പോൾസാണ്. ഇതൊന്നും നേരിട്ട് കാണാൻ പറ്റില്ല, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോൾസുകളാണ്. ശരിയല്ല? അപ്പോൾ വെർച്വൽ പോൾസ് ആർ ക്രിയേറ്റഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് 90 ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? വെർച്വൽ പോൾസ് നമ്മൾ എന്ത് ചെയ്തു? ഉണ്ടാക്കി. അപ്പോൾ 90 ഇൻസ്റ്റൻറ്റിൽ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. ക്ലിയർ? അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ 90 ഇൻസ്റ്റൻറ്റിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ, നമ്മൾ സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇത്. ക്ലിയർ? ഇനി അടുത്ത ഇൻസ്റ്റൻറ്റ് എടുക്കണം. അടുത്ത ഇൻസ്റ്റൻറ്റ് ഏതാ? 210. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഇൻസ്റ്റൻറ്റിലേക്ക് പോവാം. ഇതും 90 തന്നെയാണ്. ഓക്കെ, 210. ഓക്കെ, ഇത് നേരത്തെ ഇത് ഒരു ജസ്റ്റ് ഫിഗർ വരച്ച് തന്നതാണ്. ഇതാ നോർത്ത് സൗത്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തത്, ശരിയാണ് കേട്ടോ. നോർത്ത് സൗത്താണ്. ഇതാ നോർത്ത്, കണ്ട നോർത്തും സൗത്തിലേക്ക് പോകുന്നു.
നോർത്ത് സൗത്ത് പോൾ ക്രിയേഷൻ. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഒമേഗ ടി ഈക്വൽ 210 നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഒമേഗ ടി ഈക്വൽ 210 എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒമേഗ ടി ഈക്വൽ 210 ഇതുപോലെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ 210 ആരാണ് പോസിറ്റീവ് നോക്കുക. ആരാണ് പോസിറ്റീവ്? ഇവിടെ IY ആണ് പോസിറ്റീവ്. ആരൊക്കെയാണ് നെഗറ്റീവ്? ഇതാ IRും IBയും എന്താണ് നെഗറ്റീവാണ്. IRും IBയും എന്താണ് നെഗറ്റീവാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ കറണ്ടിൻ്റെ ബാക്കി ഫിനോമിനൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയാണ് വരിക? അപ്പോൾ കറണ്ടിൻ്റെ ബാക്കി ഫിനോമിനൻസ് എന്തൊക്കെയാണ് വരിക നമ്മുടെ? അതായത് IR പോസിറ്റീവ്, IYയും IBയും നെഗറ്റീവ്. അതായത് നമ്മളെ കറണ്ട് ഫ്ലോ ആണ് നമ്മൾ നോക്കിയത് അല്ലേ? അപ്പോൾ നേരത്തെ നോക്കിയ പോലെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളുടെ കറണ്ട് ഫ്ലോ നമ്മൾ എങ്ങനെയായിരിക്കും? Y' to Y ആയിരിക്കും. സോറി, പോസിറ്റീവ് ആണെങ്കിൽ Y to Y' ആയിരിക്കും. ശരിയല്ലേ? സിമിലർലി നെഗറ്റീവ് ആകുമ്പോൾ എന്ത് വരും? R' R'ലേക്കും അതുപോലെ B' B'ലേക്കും. ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെൻ യു ആർ ചെക്കിങ് യു വിൽ ബി ഗെറ്റിംഗ് IY പോസിറ്റീവ്. ഇതാ IY പോസിറ്റീവ്. അപ്പോൾ Yന്ന് എന്ത് ചെയ്യുവാണ്? ഇവിടെ IY പോസിറ്റീവ്. ഇവിടെ IR IB നെഗറ്റീവാണ്. R' R'ലേക്ക് കറക്റ്റാണ്. B' B'ലേക്ക്. ഓക്കെ ഓക്കെ. ഇതാ Yന്ന് Y' ഇതാ ഈ ഡയറക്ഷൻ. ഇതാ ഇങ്ങനെ. ശരിയല്ല? അടുത്ത സിമിലർലി വാട്ട് യു ആർ കോളിങ് Y' Yലേക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ R' ഇതാ R' R'ലേക്ക്. അതുപോലെ തന്നെ ഇതാണ് B' കേട്ടോ. B' B'ലേക്ക്. ക്ലിയർ? അപ്പം ഇത് മൂന്നും എന്താണ്? ഒരു പ്ലെയിനിലാണ് ഉള്ളത്. ഏതൊക്കെ? B' Y R' അല്ലേ? പിന്നെ അതുപോലെ ഇത് മൂന്നും ഒരു പ്ലെയിനിലാണുള്ളത്. ഏതൊക്കെ? R Y' Bയും എന്താണ്? ഒരു പ്ലെയിനിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഏത് പ്ലെയിനിലേക്കാണ് പോകുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഇൻറ്റു ഡയറക്ഷനാണ്. ശരിയല്ലേ? ഇതെല്ലാം എന്താണ്? ഡോട്ടഡ് ആണ്. അപ്പം വാട്ട് ഡസ് യുവർ ഇൻറ്റു ഡയറക്ഷൻ ഡിനോട്ട്സ്? വാട്ട് ഡസ് യുവർ ഡോട്ട് ഡിനോട്ട്സ്? ഇൻറ്റു ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കറണ്ട് ഈസ് ക്യാരിയിങ് ഇൻറ്റു ദ പ്ലെയിൻ ആൻഡ് ഡോട്ട് ഡിനോട്ട്സ് ഇറ്റ് ഈസ് ക്യാരിയിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഫിംഗറുകൾ വെക്കുക. ഫിംഗറുകൾ എന്ത് ചെയ്യുക? ഡോട്ട് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ട് ക്രോസ് ആവുമ്പോൾ എന്ത് ചെയ്യുക? ക്രോസിലേക്ക് കൈ വയ്ക്കുക. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ക്രോസിലേക്ക് കൈ വെച്ച് ഉള്ളിലേക്ക് അകത്തേക്കാണ് ക്രോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഫിംഗേഴ്സ് കേൾ ചെയ്ത് നോക്കൂ. ഇതാ ഈ ഡയറക്ഷനിലല്ലേ വരുന്നത്. കറക്റ്റാണല്ലോ. സിമിലർലി ഡോട്ട് വെക്കുക. ഡോട്ട് അവിടെ വെച്ചു. ഇതാ ഫിംഗേഴ്സ് എന്തെങ്കിലും പുറത്തേക്ക് വരുന്ന പോലെയല്ല ഉള്ളത്. അപ്പോൾ ഫിംഗേഴ്സ് വെക്കുമ്പോൾ ഇറ്റ് വിൽ ബി കമ്മിങ് ലൈക്ക് ദിസ്. ഈ ഡയറക്ഷനിലാണ് ഫിംഗേഴ്സ് വരുന്നത്. ശരിയല്ല? അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്തു. അറ്റ് ഒമേഗ ടി = 210 ഡിഗ്രീസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വെർച്വൽ പോൾസുകൾ ഉണ്ടാക്കണം. അപ്പോൾ വെർച്വൽ പോൾസുകൾ എങ്ങനെ ഉണ്ടാക്കും? യു ആർ മേക്കിംഗ് യുവർ വെർച്വൽ പോൾസ് ലൈക്ക് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫ്ലോസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കുമ്പോഴും ഈ ഡയറക്ഷൻ. അപ്പോൾ നോർത്ത് സൗത്ത് ഇതാണ് നോർത്ത്, ഇതാണ് എന്താണ്? സൗത്ത്. ക്ലിയർ? അങ്ങനെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്തു? വെർച്വൽ പോൾസ് നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ശരിയല്ലേ? വെർച്വൽ പോൾസ് നമ്മൾ എന്ത് ചെയ്തു? ക്രിയേഷൻ നടത്തി. ഓക്കെ. അപ്പോൾ നമ്മൾ 90 ഡിഗ്രിയിലും 210 ഡിഗ്രിയിലും പോൾസുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഏത് സമയത്ത് ക്രിയേറ്റ് ചെയ്യണം? 330 ക്രിയേറ്റ് ചെയ്യണം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ 330 നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ നമ്മൾ IB ആണ് ഇവിടെ എന്ത്? പോസിറ്റീവ്.
IRും IYയും എന്താണ് ഇവിടെ നെഗറ്റീവാണ്. IR പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യും? B to B' ഫ്ലോ ചെയ്യും. സിമിലർലി IRും IY നെഗറ്റീവ് എന്ന് പറയുമ്പോൾ R' Rലേക്കും അതുപോലെ Y' ഫ്ലോ ചെയ്യും. ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്കൂ, ഇതാ ഒരേ പ്ലെയിൻ, അടുത്ത ഇതാ ഒരേ പ്ലെയിൻ. ഏതൊക്കെ? R' B Y B' R. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്ലെയിനിൽ ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ക്രോസ് ആണ്, ഇതൊക്കെ ക്രോസ് ആണ്. ഇതെന്താണ്? ഇത് ഡോട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ക്രോസ് ഡിനോട്ട്സ് വാട്ട്? ക്രോസ് ഡിനോട്ട്സ് കറണ്ട് ഈസ് ക്യാരിങ് ഇൻ ടു ദ പ്ലെയിൻ. അതുപോലെ ഡോട്ട് ഡിനോട്ട്സ് വാട്ട്? ഡോട്ട് ഡിനോട്ട്സ് കറണ്ട് ഈസ് ക്യാരിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്ലിയർ? അപ്പോൾ നേരത്തെ പോലെ ക്രോസ് വല്ല നിങ്ങൾ എന്ത് ചെയ്യുക? ഫിംഗേഴ്സ് വെച്ച് വയ്ക്കുക. ഫിംഗേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കേൾ ചെയ്യുന്നു, തിരിച്ച് റിട്ടേൺ അടിച്ച് കേൾ ചെയ്യുന്നത്. അതായത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന പോലെ തോന്നും അല്ലേ? അപ്പോൾ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? കറണ്ടിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സിമിലർലി ഡോട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വെക്കുക, നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വരും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെയും ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ നേരത്തെ പോലെ മാഗ്നറ്റിക് ഫീൽഡുകൾ എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കുമ്പോൾ നമ്മൾ വെർച്വൽ പോൾസ് ക്രിയേറ്റ് ചെയ്യും. വെർച്വൽ പോൾസ് ആണ് ഇതൊക്കെ. എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് നോർത്ത്, ഇതാണ് എന്ത്? സൗത്ത്. ക്ലിയർ? അതാണ് നോർത്ത് സൗത്ത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? നോർത്ത് സൗത്ത് ഫോർമേഷൻ നടത്തി. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പോൾസ് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ ദ ഫിനോമിനൻ ഓഫ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ഓഫ് പോൾസ്. ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ഓഫ് പോൾസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഏതൊക്കെ ടൈമുകളിൽ? 90, 210, 330 ഓൺ. എവിടെ? സ്റ്റേറ്ററിൽ ഈ പോൾ ഫോർമേഷൻ നടത്തുന്നതിന് പേരാണ് എന്ത്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുകളെ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ആദ്യം ഇനീഷ്യലി ഈ സാധനം ഇങ്ങനെ ഉണ്ടായത് ഫീൽഡ് നോർത്ത് സൗത്ത്, പിന്നെ എന്തായി? ഇങ്ങനെയായി അല്ലേ? അപ്പോൾ ഓരോ സമയം കഴിയുമ്പോൾ ഫീൽഡ് എന്ത് ചെയ്യുവാണ്? റൊട്ടേറ്റ് ചെയ്യുവാണ്. നമ്മളെ പോൾസ് റൊട്ടേറ്റ് ചെയ്യുവാണ്. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെയായി. ശരിയല്ല? അപ്പോൾ ഓരോ സമയത്ത് ടൈമിനനുസരിച്ച് പോൾസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ഓഫ് ദ പോൾസ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നിങ്ങളൊരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ്. ഇവിടെ കണ്ടോ? നോർത്ത് സൗത്ത് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് ഉണ്ടായത്, പിന്നെ ഇങ്ങനെയായി, പിന്നെ ഇങ്ങനെയായി. അപ്പോൾ 90, 210, 330 3 ഇൻസ്റ്റൻറ്റുകളിൽ 3 ഡയറക്ഷനിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പോൾസ്. അപ്പോൾ ടൈമിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു, അതിനനുസരിച്ച് വെർച്വൽ പോളുകൾ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ സപ്ലൈ കൊടുക്കുവാണ്. ഇവിടെ സപ്ലൈ കൊടുക്കുവാണ്. ഇവിടെ സപ്ലൈ കൊടുക്കുമ്പോൾ നമ്മളുടെ എന്ത് ചെയ്യും? നിങ്ങളുടെ ബാർ മാഗ്നറ്റുകൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ വൈൻഡിങ്സ് എനർജൈസ് ആവും. ശരിയല്ലേ? ഈ വൈൻഡിങ്സ് എനർജൈസ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നിങ്ങളുടെ ബാർ മാഗ്നറ്റുകൾ വിൽ ബി എനർജൈസ്ഡ് ആൻഡ് ദസ് ബാർ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ പോൾ ഫോർമേഷനുകൾ ഉണ്ടാവും. ആ പോൾ ഫോർമേഷൻ എന്ത് ചെയ്യും? ഈ കാണിച്ച പോലെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് അൾട്ടിമേറ്റ്ലി പോൾസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പോൾസ് റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആരാ റൊട്ടേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പോൾസ് ക്രിയേഷൻ നടക്കുന്നതും പോൾസ് റൊട്ടേറ്റ് ചെയ്യുന്നതും. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാവുന്നത്. ശരിയല്ലേ? അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡുകൾ നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു സൈക്കിൾ പോലെ. അതിനെ പോലെ നമ്മൾ എന്ത് വിളിക്കുക? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? അപ്പോൾ ഈ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം നമ്മൾ ആ മെഷീനിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? ആ ടോർക്ക് എവിടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആ ടോർക്ക് നമ്മുടെ റോട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ എനർജൈസ് ചെയ്യുന്ന ഫീൽഡുകൾ ഉണ്ടല്ലോ, ഇവിടെയാണ് വൈൻഡിങ്സിലാണല്ലോ ഫീൽഡ് എനർജൈസ് ചെയ്യുക. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എനർജൈസ് ചെയ്യുന്നതും അതുപോലെ പോൾ ക്രിയേഷൻ നടക്കുന്നതും. വെർച്വൽ പോൾസ് കാണാൻ പറ്റില്ല, ഫോഴ്സ് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ പോൾ ക്രിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് മൊത്തം എനർജൈസ് ആവും. ശരിയല്ലേ? അപ്പോൾ ഇത് ഇനീഷ്യലി ഇത് സെപ്പറേറ്റഡ് പോലെയാണ് ഉണ്ടാവുക. ഈ സെപ്പറേറ്റഡ് പോലെയുള്ള സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു, നമ്മളതിനെ എന്ത് ചെയ്യണം?
നമ്മൾ ഈ സ്റ്റേറ്റർ ഇനീഷ്യലി ഇവിടെയുള്ള സ്റ്റേറ്ററിലേക്ക് ഈ റോട്ടറിന് എന്ത് ചെയ്യേണ്ടി വരും? പ്ലേസ് ചെയ്യണം. അങ്ങനെ റോട്ടർ പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇവിടെയുള്ള ഫീൽഡ് കാരണം, നമ്മൾ ഉണ്ടാക്കിയ ഫീൽഡ് കാരണം, റൊട്ടേറ്റ് ചെയ്യുന്ന ഫീൽഡ് കാരണം ഈ റോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? കറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഫോഴ്സ് കൊണ്ട് അല്ലെ ടോർക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നത്? റോട്ടറിൻ്റെ മെഷീൻ്റെ റോട്ടർ എന്ത് ചെയ്യുന്നത്? റോട്ടർ പാർട്ട് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ക്ലിയർ? ദസ് ദ റോട്ടർ ഈസ് റൊട്ടേറ്റഡ്. അതുകൊണ്ട് ആരും റൊട്ടേറ്റ് ചെയ്യും? നമ്മുടെ ഷാഫ്റ്റ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ദസ് the induction motor works. ക്ലിയർ? അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ ഈ റോട്ടർ സെപ്പറേറ്റർ, അതായത് ഇവിടെ ഒരു ഹോളോ സോക്കറ്റാണ് ഈ സ്റ്റേറ്ററിൽ. ആക്ച്വലി ആ ഹോളോ സോക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ റോട്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുവാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഫ്ലക്സ് എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ്ലി കട്ട് ചെയ്യും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ പോൾസ് എന്തല്ല? സ്റ്റേഷനറി അല്ല. പോൾസ് എന്ത് ചെയ്യുവാണ്? റൊട്ടേറ്റ് ചെയ്യുവാണ്. ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുവാണ്? സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ മാഗ്നറ്റിക് പോൾസ് റൊട്ടേറ്റ് ചെയ്യുന്നു, അതുവഴി ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ കണ്ടക്ടേഴ്സ് എന്താണ്? സ്റ്റേഷനറി ആണ്. അപ്പം റോട്ടർ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. റോട്ടർ ആദ്യം തന്നെ ഇനീഷ്യലി എന്താണ്? 0 സ്പീഡിലാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ? റൊട്ടേറ്റ് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ പിടിച്ച് കറക്കാനൊന്നും പറ്റില്ല അല്ലേ? അപ്പോൾ പ്രൈമോറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫീൽഡ് ക്രിയേഷൻ നടന്ന സ്ഥലത്തേക്ക് നമ്മൾ റോട്ടറിന് എന്ത് ചെയ്യുവാണ്? പ്ലേസ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത് റോട്ടറിൻ്റെ ഈ കണ്ടക്ടേഴ്സൊക്കെ എന്താണ്? ഷോർട്ട് സർക്യൂട്ടഡാണ്. രണ്ട് എൻഡിലും ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അത് റോട്ടർ സ്റ്റേഷനറി ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമുക്കത് പറയാം എന്താണ്? സ്റ്റേഷനറി ആണെന്ന് പറയും. പക്ഷേ നമ്മളവിടെ വൺസ് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു EMFിൻ്റെ കാര്യത്തിൽ ഐദർ കണ്ടക്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. ഈ കേസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് പോൾസ്. ക്ലിയർ? അങ്ങനെ ഫ്ലക്സ് കട്ടിങ് ഉണ്ടാകുന്നു, നോർത്ത് സൗത്ത് പോൾസ് ക്രിയേഷൻ നടക്കുന്നു. ഫ്ലക്സ് കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീൻ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാൻ പോകുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ ഇതാ നമ്മൾ പോൾസ് നമ്മൾ ക്രിയേഷൻ നടത്തി, ശരിയല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ ഉണ്ടാവും ഇനീഷ്യലി. ഓക്കെ, പോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇതാണ് നമ്മുടെ റോട്ടർ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വയർ. ഇതിവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ സ്റ്റേഷനറി ആയിരിക്കും. നമ്മൾ ഈ പോൾസിന് എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ പോൾസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഇവിടെ ഫ്ലക്സ് കട്ടിങ്, ഈ റോട്ടറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് കട്ടിങ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ റൊട്ടേഷൻ മനസ്സിലായല്ലോ. നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? റോട്ടറിനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ റൊട്ടേഷൻ ഹാപ്പൻ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. വേറെ എക്സ്റ്റേണലി ഒരു എനർജൈസേഷനും കൊടുക്കുന്നില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യുകയാണ്? ഫീൽഡ് ഉണ്ടാക്കി അതിലേക്ക് റോട്ടറിനെ പ്ലേസ് ചെയ്ത് കറക്കുവാണ്. ശരിയല്ലേ? ഇനി പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്തുകൊണ്ട് NR ലെസ് ദാൻ NS. ക്ലിയർ? അപ്പം ഇത് ഇനീഷ്യലി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ സ്റ്റേറ്ററിൽ ഏത് സ്പീഡ് ഉണ്ടാവുന്നു? NS സ്പീഡിലാണ് കറങ്ങുന്നത്. ആ സ്പീഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോട്ടറിനെ വെക്കുന്നത്. അപ്പോൾ ബലമായ സംശയം, ഈ റോട്ടറും ഇതേ സ്പീഡിൽ തന്നെ കറങ്ങണ്ടേ എന്നുള്ളതാണ് ഡൗട്ട്. പക്ഷെ അത് കറങ്ങില്ല. ഏത് സ്പീഡിലാണ് കറങ്ങുള്ളൂ? NR ലെസ് ദാൻ NSലേ കറങ്ങുള്ളൂ. അതായത് സ്റ്റേറ്ററിനെക്കാട്ടിയും കുറച്ച് സ്പീഡ് കുറവിലേ കറങ്ങുള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ കാരണക്കാരനാണ് നമ്മൾ ഈ പറയുന്ന ലെൻസ് ലോ. അതായത് ഈ ലെൻസ് ലോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ റോട്ടർ കറന്റ് ഇൻഡ്യൂസ് ഡയറക്ഷൻ ഈസ് സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. എന്താണോ കോസ് അതിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോസ് എന്ന് പറയുന്നത് ആക്ച്വലി ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദ RMF ആൻഡ് ദ സ്റ്റേഷനറി കണ്ടക്ടേഴ്സ്. ഓക്കെ, ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ കോസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കട്ടിങ് ആണ്. ഇപ്പോൾ ഫ്ലക്സ് കട്ടിങ് ആണ് നമ്മളെ ശരിയായ കോസ്. ഈ ഫ്ലക്സ് കട്ടിങ് ഈസ് കോസ്ഡ് ബൈ യുവർ റിലേറ്റീവ് വെലോസിറ്റി.
അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് രണ്ട് സ്പീഡിൻ്റെ മൈനസ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി NS - NR ആണ്. ഓക്കെ, അപ്പം ഇത് സ്റ്റേറ്റർ സ്പീഡ്, റോട്ടർ സ്പീഡ് കേട്ടോ. ഇനി അത് മനസ്സിലാക്കാൻ പ്രശ്നമാക്കണ്ട. ഇത് സ്റ്റേറ്റർ സ്പീഡ്, റോട്ടർ സ്പീഡ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സ്റ്റേറ്റർ ഏത് സ്പീഡിലാണ് കറങ്ങുന്നത്? സിങ്ക്രണസ് സ്പീഡിലാണ് കറങ്ങുന്നത്. അതേ സ്പീഡിൽ തന്നെയാണ് കറങ്ങുക എന്നാണ് നമ്മൾ വിചാരിക്കുക. കാരണം നമ്മളവിടെ ആ സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്ററിൻ്റെ അകത്തേക്ക് നമ്മളെന്ത് ചെയ്യണം? റോട്ടർ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതുപോലെ അതേ സ്പീഡിലാണ് കറങ്ങേണ്ടത്. പക്ഷേ അങ്ങനെയല്ല കറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് സ്റ്റേഷനറി ആണ്. അതായത് റോട്ടർ ഇനീഷ്യലി 0-ലാണ്. അതായത് റോട്ടർ ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? 0 ആണ്. കാരണം കണ്ടക്ടേഴ്സ് സ്റ്റേഷനറി കണ്ടക്ടേഴ്സാണ് അല്ലേ. പക്ഷേ RMF എന്ന് പറയുന്ന സാധനം എവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു? സ്റ്റേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേറ്റർ ഏത് സ്പീഡിൽ കറങ്ങുന്നുണ്ട്? NSൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? NS - NR. അതായത് ഏത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ NS അല്ല, NS - 0, അതായത് NS തന്നെ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ലെൻസിലോ എന്താണ് പറയുന്നത്? ലെൻസിലോ എന്താ പറയുന്നത്? ഈ റിലേറ്റീവ് വെലോസിറ്റി കാരണമാണ് ഫ്ലക്സ് കട്ടിങ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഫ്ലക്സ് കട്ടിങ് ഉണ്ടാകുന്നതാണ് റോട്ടർ കറണ്ട് ഉണ്ടാകുന്നത്. ഈ റോട്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കോസിനെ ഒപ്പോസ് ചെയ്യും. എന്താണ് കോസ്? ഇത് ഉണ്ടാക്കുന്ന റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ലെൻസ് ലോ വിൽ ബി ട്രൈയിങ് ടു ഡു വാട്ട്? Lenz law will be trying to do, according to Lenz law, we have to reduce the relative velocity. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിലേറ്റീവ് വെലോസിറ്റിനെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? ലെൻസ് ലോ ചെയ്യുന്നത് അല്ലേ. ലെൻസ് ലോ പ്രകാരം ഈ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ യുവർ RMF, അതായത് ഇറ്റ് വിൽ ഒപ്പോസ് ദ ചേഞ്ച്, കോസിനെ റെഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഈ കോസിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശരിക്കും നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റി ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ലെൻസ് ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മളിത് ഒരേ സ്പീഡിലേക്ക് കറക്കാൻ വേണ്ടി ശ്രമിക്കും. ടു മേക്ക് ദിസ് റിലേറ്റീവ് വെലോസിറ്റി 0, നമ്മൾ എന്ത് ചെയ്യും? ദ റോട്ടർ വിൽ ട്രൈ ടു റൊട്ടേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് RMFിൻ്റെ ഡയറക്ഷനിൽ, അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് വിൽ ട്രൈ ടു ക്യാച്ച് ദ സിങ്ക്രണസ് സ്പീഡ്. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല, സിങ്ക്രണസ് സ്പീഡിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം നമ്മളെ ലക്ഷ്യം സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങുക തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? RMF ഏത് ഡയറക്ഷനിലാണോ കറങ്ങുന്നത്, റോട്ടർ വിൽ ബി ട്രൈയിങ് ടു റൊട്ടേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് RMF and will be trying to achieve the NS. ഇത് NS എന്ത് ചെയ്യും? അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നില്ല? ഇറ്റ് ഡസ് നോട്ട് അച്ചീവ് ദ NS. പ്രാക്ടിക്കലി ആ സിങ്ക്രണസ് സ്പീഡ് എന്ത് ചെയ്യുന്നില്ല? അച്ചീവ് ചെയ്യുന്നില്ല. കാരണം അപ്പം നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ RMFിൻ്റെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, സിങ്ക്രണസ് സ്പീഡിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ദിസ് ലീഡ്സ് ടു ദ റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ. ഇതാണ് റോട്ടറിൻ്റെ റൊട്ടേഷന് കാരണക്കാരനാവുന്നത്. ഇനി ഇത് സിങ്ക്രണസ് സ്പീഡ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ ഇത് ലോക്ക്ഡ് പോലെയല്ലേ ഇരിക്കുക? ഒരേ സ്പീഡിലല്ലേ ഇരിക്കുക? അപ്പം മെഷീനെ മാറിപ്പോയില്ല, സിങ്ക്രണസ് ആയില്ലേ? നമ്മുടെ മെഷീൻ എന്താണ്? അങ്ങനെ ഒരേ സ്പീഡിൽ കറങ്ങരുത്. നമ്മൾ സിങ്ക്രണസ് സ്പീഡിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും NR എപ്പോഴും എന്തായിരിക്കും? റോട്ടർ സ്പീഡ് വിൽ ബി ലെസ് ദാൻ യുവർ സ്റ്റേറ്റർ സ്പീഡ്. ശരി, ഇതാണ് നമ്മുടെ ഏതിൻ്റെ പ്രിൻസിപ്പിൾ? ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ? അപ്പോൾ ദിസ് ഈസ് ദ പ്യുവർ കൺസെപ്റ്റ് ഓഫ് യുവർ ഇൻഡക്ഷൻ മോട്ടേഴ്സ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇത് നോൺ ഇൻഡക്ഷൻ ടൈപ്പ് ജനറേറ്റർ എന്ന് വേണ്ട കേട്ടോ, ഇൻഡക്ഷൻ മോട്ടർ എന്ന് വിളിക്കുക. ഓക്കെ, അത് നോക്കണ്ട, ഞാൻ കൺസെപ്റ്റ് പറഞ്ഞ് നോക്കിയാൽ മതി. ഓക്കെ, ഹെഡിങ് ഒന്നും നോക്കണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ റോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നത്? സിങ്ക്രണസ് സ്പീഡിനെക്കാട്ടിയും കുറയുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയാം ആ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ കൺസെപ്റ്റ്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് NS - NR ആണ്, അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ് NS - NR ആണ്. അതായത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എന്ത് കാണിക്കും? NS - 0 ആയിരിക്കും. അപ്പോൾ
ഈ വെലോസിറ്റി കാരണം ഫ്ലക്സ് കട്ടിങ് എന്ത് ചെയ്യും, ഹാപ്പൻ ചെയ്യും. അങ്ങനെ റോട്ടർ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും അല്ലേ. ലെൻസ് ലോ കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഈ റിലേറ്റീവ് വെലോസിറ്റീനെ റെഡ്യൂസ് ചെയ്ത് we have to reduce the relative velocity between the RMF and stationary conductor. ഇതാണ് നമ്മുടെ ആക്ച്വൽ കോസ് അല്ലേ. അപ്പോൾ ഈ കോസിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ലെൻസ് ലോൻ്റെ പരിപാടി. അപ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റിനെ 0 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്, ദ റോട്ടർ ട്രൈസ് ടു റൊട്ടേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് RMF ആൻഡ് ട്രൈസ് ടു അച്ചീവ് ദ സിഗ്നസ് സ്പീഡ്. റോട്ടർ എന്ത് ചെയ്യും, സ്റ്റേറ്ററിൻ്റെ സ്പീഡിനെ സ്പീഡിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ എന്ത് ചെയ്യില്ല, നടക്കൂല പ്രാക്ടിക്കലി. ദസ് ഇറ്റ് ലീഡ്സ് ടു ദ റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ. അങ്ങനെ റോട്ടറും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, പ്രാക്ടിക്കലി ഇറ്റ് കാൻ അച്ചീവ്. ദസ് റോട്ടർ ഓൾവേസ് വിൽ ബി NR ലെസ് ദാൻ NS. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഓർക്കുക, ദിസ് ഈസ് യുവർ കോർ പ്രിൻസിപ്പിൾ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുവാണ്, നമ്മൾ മെഷീൻ ഇങ്ങനെ സ്റ്റേഷനറി ആണ്, ഇവിടെ സ്റ്റേറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ റോട്ടർ ഇവിടെ 2 ഐഡിയൽ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റേറ്ററിനെ എന്ത് ചെയ്യുവാണ്, സെൽഫ് സ്റ്റാർട്ട് ചെയ്യണം. സെൽഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഫീൽഡ് ക്രിയേഷൻ നടക്കണം വൈൻഡിങ്ങിൽ. അങ്ങനെ വൈൻഡിങ്ങിൽ ഫീൽഡ് ക്രിയേഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വൈൻഡിങ്ങിനും ഓരോ ഇൻസ്റ്റൻറ്റിൽ എടുക്കുവാണ്. അങ്ങനെ 90 ഡിഗ്രി ഇൻസ്റ്റൻറ്റിലെടുത്തു, 210 330 എടുത്തു അല്ലേ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കിട്ടുന്നത് നമുക്ക് എന്താണ്, ഓരോ ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുവാണ്, മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കുവാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വെർച്വൽ പോൾസിനെ ഉണ്ടാക്കുവാണ്. ആ വെർച്വൽ പോൾസ് എന്ത് ചെയ്യണം, അൾട്ടിമേറ്റ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RMF ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഫീൽഡ് എവിടെ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനെ വിളിക്കുന്നവരാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പോൾസ് റൊട്ടേറ്റ് ചെയ്യുന്നു പറയാം. ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫീൽഡ് ജനറേഷൻ കഴിഞ്ഞാൽ ഈ റോട്ടറിനെ എന്ത് ചെയ്യുക, ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റോട്ടറും എന്ത് ചെയ്തോളും, റൊട്ടേറ്റ് ചെയ്തോളും. ആ ഫീൽഡ് കാരണം റോട്ടർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇനി ഹൗ യുവർ NR ഈസ് ലെസ് ദാൻ NS. അപ്പോൾ സ്റ്റേറ്റർ ഇനീഷ്യലി NS സിംഗിളസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റോട്ടറും സിംഗിളസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ലെൻസ് ലോ കാരണം എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് കാൺട്ട് അച്ചീവ് ദ സിംഗിളസ് സ്പീഡ്. സിംഗിളസ് സ്പീഡിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും NR ലെസ് ദാൻ NS എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ് വെലോസിറ്റിനെ 0 ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ റിലേറ്റീവ് വെലോസിറ്റിനെ 0 ആക്കാൻ വേണ്ടി റോട്ടർ നിരന്തരം പുറകെ നടന്ന് സ്റ്റേറ്ററിൻ്റെ അടുത്തേക്ക് പോവും. പക്ഷേ ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല, അച്ചീവ് ചെയ്ത് പെടുന്നില്ല. അച്ചീവ് ചെയ്തതിന് നിങ്ങൾ ആലോചിച്ച് നോക്കും, റിലേറ്റീവ് വെലോസിറ്റി 0 ആണെങ്കിൽ രണ്ടും ഒരേ സ്പീഡിലല്ലേ കറങ്ങുക. അപ്പോൾ അത് എന്ത് മെഷീനായിട്ട് മാറും, സിംഗിളസ് മെഷീനുകളായിട്ട് മാറില്ലേ, കാരണം ഒരേ സ്പീഡിലല്ലേ കറങ്ങുക. അപ്പോൾ ഒരിക്കലും ഇൻഡക്ഷൻ മെഷീൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരേ സ്പീഡുകൾ ആവില്ല എന്ന് ഓർക്കുക. ക്ലിയർ? ഇതാണ് പ്യുവർ കൺസെപ്റ്റ് ഓഫ് യുവർ ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവണം. കൺസെപ്റ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ ഇനി വരുന്ന സിംഗിളസ് മെഷീനുകൾ, ഓൾട്ടർനേറ്ററുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ക്ലിയർ ആയില്ല? അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ കൺസെപ്റ്റ് ഓർക്കുക. ഈ റിലേറ്റീവ് വെലോസിറ്റി അതായത് നമ്മുടെ ഈ NS മൈനസ് NRനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലിപ്പ് എന്നും പറഞ്ഞ് വിളിക്കുന്നത്. സ്ലിപ്പല്ല, ആക്ച്വലി സ്ലിപ്പ് സ്പീഡ് എന്നും പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ആ ചെറിയ ഡിഫറൻസ് ഇൻ യുവർ വെലോസിറ്റീസ്, അതായത് NSനും NRനും ഡിഫറൻസ് ഇൻ യുവർ വെലോസിറ്റി, ആ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്പീഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സ്ലിപ്പ് സ്പീഡ് ഡിവൈഡഡ് ബൈ യുവർ സിംഗിളസ് സ്പീഡാണ്. ഓക്കെ, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ക്ലിയർ ആക്കുക കൺസെപ്റ്റ്. ആ ചെറിയൊരു സ്പീഡിനെയാണ് നമ്മൾ സ്ലിപ്പ് സ്പീഡ് എന്നും പറഞ്ഞ് വിളിക്കുന്നത്. അതാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പം കൺസെപ്റ്റ് വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യുക, പോവുക. സോ എപ്പോഴും ഓർക്കുക ഈ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ബാക്കി സിംഗിളസ് മെഷീനുകളിൽ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത്, അപ്പോൾ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് വെച്ചാൽ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. കൺസെപ്റ്റ് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സോട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൺസ്ട്രക്ഷൻ തൊട്ടാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺസ്ട്രക്ഷൻ തൊട്ട് പറയാം. ഓക്കെ ദെൻ, താങ്ക് യു.